ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ, അതായത് ഈ പ്രഷർ വാഷറിൻ്റെ വീഡിയോ വളരെ പൈശാചികമായി പോയെന്ന് മനസ്സിലായി. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ പ്രത്യോപകാരമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നോർത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ബോക്സിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. അതിൻ്റെ ഗണ്ണാണത്, അതിൻ്റെ പൈപ്പാണത്, പിന്നെ ഇതാണ് അതിൻ്റെ നോസിൽ, അതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട്. പിന്നെ അതിൻ്റെ ഹോസസ് ആണിത്. രണ്ട് ഹോസസ് ഉണ്ട്. ഒന്ന് ഒരു എന്താ പറയുന്ന സോഫ്റ്റ് കമ്പോണൻറ്റ് പോലത്തെ ഒരു ഹോസും പിന്നെ ഒരു ഹാർഡ് കമ്പോണൻറ്റ് ഹോസ്. പിന്നെ ഇതാണ് നമ്മുടെ മെഷീൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ ജസ്റ്റ് പ്ലഗ് പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന വയറാണ്. അപ്പോൾ പ്ലഗ് പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കൊരു പവർ ഇഷ്യൂ ഓണായിരുന്നു മെഷീൻ. ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഇത് പ്ലഗ് ഓണാക്കിയിട്ടിട്ട് നമുക്ക് ഇവിടെ ഓണാക്കുമ്പോഴാണ് മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് സംഭവം നമ്മൾ വെള്ളം ഹോസ് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓണാക്കുന്നതാണ് ബുദ്ധി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ സക്ഷൻ വന്നുകൊണ്ടിരിക്കും അതിൽ നിന്ന്. അപ്പോൾ സക്ഷൻ വെള്ളം ഇല്ലാണ്ട് തന്നെയാണെങ്കിൽ മെഷീൻ കേടായി പോകുമെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളം കണക്ട് ചെയ്യണ ഹോസിൻ്റെ മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം കേട്ടോ. ഇങ്ങനെ അത് ജസ്റ്റ് പുഷ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെക്കുന്നതാണ് പരിപാടി. ഈ ഹോസിൻ്റെ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടാപ്പിലേക്ക് വല്ലതൊക്കെ കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ടാപ്പ് അടുത്തൊന്നും ഇല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മുക്കിയിട്ടാലും മതി. ഞാൻ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി ഇന്ന് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് മറ്റേ ഭാഗം, അതായത് നമ്മൾ ഈ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹാർഡ് കമ്പോണൻറ്റ് ഹോസ്. ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ഗണ്ണ് കേട്ടോ. ഗണ്ണ് 3 പീസസാണ്. ഇത് എക്സ്റ്റെൻഡറാണ് അതിൻ്റെ. ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യണം, എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യണം, അകത്തേക്ക് പുഷ് ചെയ്യണം. എന്താ കയറാത്തത്? കളിക്കുക. പുഷ് ചെയ്തിട്ട് ഇതെന്ത് വന്നില്ലേ? ഓക്കെ. ഇതിങ്ങനെ പുഷ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യണം. വേണ്ട, ഇപ്പോൾ ലോക്കായി സാധനം, ഇനി വരില്ല. തിരിച്ചിറക്കണത് അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഉണ്ട്. ഇപ്പോൾ ലോക്കായി. ഇനി ഇതാണ് ഇതിൻ്റെ നോസിൽ ഇങ്ങനെ ആ ഒരു മാർക്ക് കണ്ടോ? ആ ഒരു മാർക്ക് നമ്മുടെ ഈ പൈപ്പിൻ്റെ അറ്റത്തും ഉണ്ട് ഒരു മാർക്ക്. ആ മാർക്കിൻ്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് പുഷ് ചെയ്യുക, എന്നിട്ട് അകത്തേക്ക് പ്ലഗ് ഇൻ ചെയ്യുക. കേട്ടോ, ഇങ്ങനെയാണ് സംഭവം. പുഷ് ചെയ്യുക, എന്നിട്ട് പ്ലഗ് ഇൻ ചെയ്യുക. സെറ്റായി. ഇനി നോസിൽ അഡ്ജസ്റ്റ് ചെയ്യണം, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നോസിലിൻ്റെ മൗത്ത് വലുതാവണേയും അതേപോലെ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുള്ള വെള്ളമായിരിക്കും വരുന്നത്, ഇത്രയും ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ. ഇത് നേരിയതാകും തോറും, ആ ഹോള് നേരിയതാകും തോറും വെള്ളം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, സംഭവം സിമ്പിളാണ്. പിന്നെ ഇതാണ് നോസിൽ മറ്റേ ഗണ്ണിലേക്ക് കണക്ട് ചെയ്യണ ഭാഗം. ഇനി നമുക്കൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് കാണിച്ചു തരാം. ഒരു ബക്കറ്റിൽ ഫുള്ള് വെള്ളം എടുത്തിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ മറ്റേ സോഫ്റ്റ് ഹോസിൻ്റെ മറ്റേ എൻഡ് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിടുക. എന്നിട്ട് മെഷീൻ ഓണാക്കുക. മെഷീൻ ഓണാക്കി കഴിയുമ്പോൾ തന്നെ അവിടെ നിന്ന് വെള്ളം സക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ നമ്മുടെ ഗണ്ണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് എയർ വന്ന പോലെ തോന്നും. എയർ വന്നു കഴിഞ്ഞിട്ട് വെള്ളം വരാൻ തുടങ്ങും. എന്താ വെള്ളം വന്നാണ്ട. സംഭവം സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളാണ്. ഞാനിത് ഒരു 4 വർഷമായി യൂസ് ചെയ്യുന്നത്. 2022 മേടിച്ച മെഷീനാണ്. ഇതുവരെ ഒരു കുഴപ്പമില്ല. കാറും ബൈക്കൊക്കെ കഴുകണത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് പായൽ അടിച്ച് ക്ലീൻ ചെയ്യും തറയിലുള്ള.
അത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല പവറാണിത്. ഞാൻ നോസിൽ ടൈറ്റ് ചെയ്യണതനുസരിച്ച് വെള്ളം ഷാർപ്പായിട്ട് വരും. നോസിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നോസിൽ ഫുൾ ടൈറ്റാക്കി വെച്ചേക്കണേ. അപ്പോൾ വെള്ളം കണ്ടോ ഭയങ്കര നേരിയതായിട്ട് വെള്ളം വരും. നേരിയ ഇൻ ദ സെൻസ് സ്പ്രെഡ് ചെയ്ത് വരും. ഇതിങ്ങനെ തിരിക്കണ അനുസരിച്ച് ജെറ്റ് പോലെ നല്ല പോയിൻ്റായിട്ട് വരും. ഇങ്ങനെ പോയിൻ്റായിട്ട് വരുമ്പോൾ നമ്മുടെ മേത്തിട്ടൊന്നും അടിക്കരുത് കേട്ടോ. നല്ല പെയിൻഫുള്ളായിരിക്കും. ചിലപ്പോൾ തൊലിയും പോവും, ചിലപ്പോൾ നൊത്തി പോകുന്നവർ പറയണേക്ക. എന്തായാലും ഇത് വേണ്ട, വീടിന് പൊട്ടത്തെ പായൽ പോകണണ്ട. എന്താ വെള്ളം തീർന്നു പോയാൽ ഭർത്താവേ, എന്തോ കുഴപ്പമുണ്ടല്ലോ. വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ ഇതേപോലെ പ്രഷർ കുറഞ്ഞു വരും കേട്ടോ. നോക്കട്ടെ, ചിലപ്പോൾ ബക്കറ്റിൽ വെള്ളം തീർന്നിട്ടുണ്ടാവും. ഉണ്ടോ, പവർ വന്നില്ല. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ബക്കറ്റിലെ പൈപ്പ് പൊങ്ങിപ്പോയായിരുന്നു. അപ്പോൾ പൈപ്പ് ശരിക്കും ബക്കറ്റിലേക്ക് താഴ്ന്ന് കിടക്കണം. പൈപ്പ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ എയർ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പരിപാടി നടക്കില്ല. ഇതുണ്ടോ പായൽ പോകണുണ്ട് നൈസായിട്ട്. മഴക്കാലത്ത് നമ്മൾ സൂക്ഷിക്കണേ. ഇതുപോലത്തെ പായലുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റൊക്കെ പൂട്ടാൻ ധൃതി പിടിച്ച് ചെല്ലുമ്പോഴായിരിക്കും തീട്ടി വീഴുന്നത്. ഒന്നും പറയണ്ട, തീട്ടി വീഴണ കാര്യം ആലോചിക്കുമ്പോഴേ പേടിയാണ്. അറിയാമല്ലോ, അമ്മ ഇവിടെ ഇപ്പോൾ സിഗ്നേച്ചർ ഏജ് കെയറിലാണ്. ഇതുപോലെ ഒന്ന് തെന്നി വീണതാണ്. ഫെമർ ബോൺ ഒടിഞ്ഞ് 3 മാസമായിട്ട് ഇപ്പോൾ സിഗ്നേച്ചർ ഏജ് കെയറിൽ. വേറെ ഓപ്ഷനില്ല, കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല. ബെഡ് റിഡനായി പോയത്. പിന്നെ ഇപ്പോൾ വോക്കറൊക്കെ ഉപയോഗിച്ച് ആൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇത് നോക്കിയാൽ എങ്ങനെയുണ്ട് മെഷീൻ, നൈസല്ലേ? അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഖേദിക്കുന്നു. അതിന് പ്രത്യുപകാരമായിട്ടാണ് ഇന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നല്ല മെഷീനാണ്, വാല്യൂ ഫോർ മണിയാണ്. 4 വർഷമായിട്ട് യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പൊളി സാധനം. വെള്ളം തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. കണ്ട ബക്കറ്റിൽ വെള്ളം തീരാറായി.